പരമ്പരാഗത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് സി പി എമ്മിനും സി പി ഐക്കും വലിയ തിരിച്ചടി കിട്ടി. ആ തിരിച്ചടിയുടെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, സി പി എമ്മും സി പി ഐയും അതിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൻ്റെ അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ വരുന്ന വന്നൊരു വെറുപ്പിൻ്റെ വിരോധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ തോൽവി നേരിടേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും 6ാം റൗണ്ട് വരെ പിണറായി വിജയൻ പിറകിലാണ്. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ അത് അസാധ്യമായ കാര്യമാണ്. മട്ടന്നൂർ പോലെ വലിയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ചെറിയ മാർജിനിലാണ് ആ സ്ഥാനാർത്ഥി തുടക്കത്തിൽ ഭൂരിപക്ഷം നിലനിർത്തുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം, സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അണികൾക്ക് അവരുടെ നേതൃത്വത്തോട് താല്പര്യമില്ല, വിശ്വാസമില്ല. അവർ പറയുന്നതിൽ പലതും കാപട്യം നിറഞ്ഞതാണെന്ന ബോധ്യമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങളല്ല എന്ന തിരിച്ചറിവുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു വിയോജിപ്പ് ആണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലങ്ങളിലെ തോൽവി കാണിക്കുന്നത്. അവർ തോൽപ്പിച്ച് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഉപരിയായിട്ട് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിലുള്ള ഒരു വിയോജിപ്പുകളായിട്ട് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ആ വിയോജിപ്പുകളാണ്. അത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ് ശരി. അണികൾ ഇറങ്ങി നേതൃത്വത്തെ തിരുത്തണം എന്നാണ് പറഞ്ഞത്. അണികൾ ആ ജോലിയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, പലരും തുടക്കം മുതലൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ 3ാം വട്ടവും പിണറായി എന്ന ക്യാമ്പയിൻ വന്നപ്പോൾ എത്രയോ ഇടതുപക്ഷ മനോഭാവമുള്ളവർ പറഞ്ഞ കാര്യം, ഇനിയും പിണറായി വിജയനോ അല്ലെങ്കിൽ LDF വന്നാൽ ബംഗാൾ പോലെയോ ത്രിപുര പോലെയോ ആയി കേരളം മാറും എന്ന്. അങ്ങനെ മാറാതിരിക്കാനുള്ള ഒരു വഴി അവർക്ക് അധികാരം കൊടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അവർ അധികാരത്തിന് പുറത്തു പോകണം, തോൽക്കണം, പ്രതിപക്ഷത്തിരിക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമരം ചെയ്യേണ്ടി വരും, ജനങ്ങളെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു തിരുത്തലിനുള്ള സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. യഥാർത്ഥത്തിൽ LDFനെ തോൽപ്പിച്ചിട്ട് UDFനെ വിജയിപ്പിച്ചിട്ട്, അങ്ങനെ UDF വിജയിച്ചാൽ LDF രക്ഷപ്പെടുമെന്നൊരു ഫീലിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കാണേണ്ടത്. അണികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം കൂടിയായിട്ട് നമ്മളതിനെ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അണികൾ കുറെ കൂടി ഉയർന്ന രാഷ്ട്രീയം പ്രകടിപ്പിക്കുകയും ഈ സംവിധാനത്തെ തിരുത്താൻ വേണ്ടി അവർ ബോധപൂർവം തന്നെ ശ്രമിക്കുകയും അവരുടെ വോട്ട് മാറ്റി കുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കാണാവുന്നത്. യഥാർത്ഥത്തിൽ ഒരിക്കലും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനെതിരെ ആ ചിഹ്നം മറന്നുകൊണ്ടൊരു വോട്ട് ചെയ്യുക എന്നുള്ളത് മലബാറിൽ സാധ്യമല്ല പ്രത്യേകിച്ച്. പക്ഷേ ഇത്തവണ അത് സാധ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും പൊന്നാനിയിലും ഒക്കെ കാണുന്നത് ഈ ഒരു പ്രതിഭാസമാണ്.